ഇന്ന് നമുക്ക് നല്ല അസലായിട്ടുള്ള ഒരു പണി കിട്ടിയ തുണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുണി എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഈ കളറ് ഒത്തിരി ഇഷ്ടപ്പെട്ടെ, അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ്. പ്രിന്റ് കണ്ടായിരുന്നു, ഇതുപോലെ താഴെ ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ പ്രിന്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഈ തുണിയിൽ പ്രിന്റ് വരുന്നത്. അതായത് ഒരു വശത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ഒരു സൈഡിൽ മാത്രമായി പോകും. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു ഔട്ട്ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇവിടെ വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റാമെന്ന് വിചാരിക്കുവാണ്. എന്നിട്ട് ഇത് സെൻറ്ററിൽ കൊടുക്കുക, അപ്പുറം ഇപ്പുറം പ്ലെയിൻ ഫാബ്രിക് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തുണി ഇങ്ങനെ നിവർത്തി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പ്രിന്റ് വരുന്ന ഭാഗം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കളറിലാണ് കേട്ടോ വീണ് പോയത്. 140 രൂപയാണ് മീറ്ററിന്. എനിക്ക് തോന്നുന്നു ഭയങ്കര നഷ്ടമായി പോയി, ഇതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ തുണി എടുത്തിട്ട് സെൻറ്റർ ആ ഒരു പ്രിന്റ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം എനിക്ക് വേണ്ട ലെങ്ത്തിനെ കൂടെ തയ്യൽത്തുമെല്ലാം ചേർത്തിട്ട് ഞാനൊരു 47 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ളത് സ്ലീവിനും കൂടി വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്താ ഉദ്ദേശം എന്ന് ചിലവരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തെറ്റ് പറ്റിയോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ തുണി സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വല്ല അബദ്ധം പറ്റുവാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇനി ഞാൻ ആ സൈഡിലുള്ള ആ പ്രിന്റില്ലാത്ത ഭാഗം കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മുടെ വീതി കുറേ അധികം പോയി, ഒരു നൈറ്റി ബിറ്റിൻ്റെ വീതിയായി പോകും സൈഡിൽ തുണി ഫിറ്റ് ചെയ്താലും. പക്ഷെ എന്നാലും ഞാൻ അവിടെ കുറച്ച് പാനൽസൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 13 ഇഞ്ചിൻ്റെ വിട്ടിലുള്ള 2 പീസ് തുണിയുണ്ട് ഫ്രണ്ടിലും ബാക്കിലും വേണ്ടിയിട്ട്. ഇനി ഞാൻ ആ ഒരു പ്ലെയിൻ തുണിയുണ്ടല്ലോ, പ്രിന്റ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അത് 2 സൈഡിലും അങ്ങോട്ട് നല്ല വശവും തമ്മിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഒരു കളറൊന്നും ശരിക്കും ഇല്ല കേട്ടോ, ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നേ. നരച്ച കളറ്, നമ്മൾ കുറേ തവണ വെയിലത്തൊക്കെ ഇട്ടിട്ട് നരക്കത്തില്ല, ആ ഒരു കളറാണ്. എൻ്റെ കണ്ണിന് അന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 വശത്ത് ഞാനിങ്ങനെ ഒന്ന് ചെയ്തെടുത്തു. പക്ഷെ അപ്പോൾ നോക്കുമ്പോൾ വിട്ടൊട്ടുമില്ല, കാരണം സെൻറ്റർ പ്ലീറ്റ് നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗം കുറേ അങ്ങ് സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് പോയല്ലോ. പക്ഷേ എന്നാലും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുറച്ച് വിട്ടൊക്കെ വെച്ചിട്ട് പാനൽസൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇവിടെ ഞാൻ 3 പാനൽ എക്സ്ട്രാ വെച്ച് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് വിട്ട് കിട്ടിയത്. ഞാൻ 2-3 ഭാഗം കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും ഫ്ലെയർ ഇല്ല. ഫ്ലെയർ മീൻസ് നമ്മുടെ നൈറ്റ് ബിറ്റിൻ്റെ ഫ്ലെയർ ഉണ്ട്, അതല്ലല്ലോ നമുക്ക് റണ്ണിങ്ങിൽ വേണ്ടത്, 22 ഇഞ്ച് വേണ്ടേ. പിന്നീട് അതാക്കാനുള്ള ഒരു പെടാപ്പാടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ആദ്യമേ ചെയ്തു പോയി, കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വിട്ടൊക്കെ കുറവ് കാണുന്നത്. അപ്പോൾ അത് റെഡിയാക്കിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ ഒരു പ്രിന്റ് മാറ്റി വെച്ചു. എന്നിട്ട് ഈ പ്ലെയിൻ ഇപ്പോൾ 2 എടുത്തിട്ടുള്ളൂ, ഓൾറെഡി നമ്മളൊരു സെറ്റ് കഴിഞ്ഞല്ലോ. ഇതിൽ ഞാനൊരു 14 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു 2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ അറ്റത്ത്. എന്നിട്ട് താഴത്തേക്ക് വെച്ചിട്ട് ഒരു 14 ഇഞ്ച് നമ്മുടെ ഷേപ്പ് വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തേ. ഇങ്ങനെയാണല്ലോ നമ്മൾ പാനൽ ചെയ്യുക. പാനൽ ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ അവിടം വരെ ഈ ഒരു ലെങ്ത്ത് മതി, 14-15 കൊടുക്കാം കേട്ടോ. ഇനി നേരെ അറ്റം, ആ അറ്റത്തു നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ടേക്കും കൊടുത്തു. അതായത് നമ്മൾക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് 2 ഇഞ്ച് മതി. ബാക്കിയുള്ള ആ ഫുൾ വിഡ്ത്ത് നമ്മൾ താഴത്തേക്കുള്ള ഫ്ലെയർ ആയിട്ട് അങ്ങോട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്ത് എടുത്തു കേട്ടോ. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വീതി കുറഞ്ഞ ഭാഗം നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗം മുതൽ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് പോരുവാണെങ്കിൽ, ഇതുപോലെ പണി കിട്ടിയ തുണികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കളയാനോ അല്ലെങ്കിൽ എന്തായാലും കാശ് കൊടുത്ത് മേടിച്ചു പോയില്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തെടുത്തല്ലേ പറ്റൂ. അങ്ങനെ സംഭവിച്ചു പോയ ഒരു കുർത്തിയാണിത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഫ്ലെയർ, താഴത്തേക്കുള്ള ഫ്ലെയർ നമ്മൾക്ക് കിട്ടും. അത് ആ ഒരു ഫ്രണ്ട് പാർട്ടിലും കൂടെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു പ്രിൻ്റുള്ള ഭാഗം ഇങ്ങനെ കൂടെ വെച്ചു. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തു ഈ അറ്റം വെച്ച് കൊടുക്കുക, ഇതുപോലെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തെ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്യുക. ഇനി ഇത് കഴിയുമ്പോൾ വേറൊരു പീസും കൂടെ ഉണ്ട്. മൊത്തത്തിൽ 4 പീസ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഒരു പീസ് എടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ കൂടെ ജോയിൻ്റ് ചെയ്യുക. അപ്പോഴും നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ പാനൽ, അതായത് വിഡ്ത്ത് കിട്ടത്തില്ല.
ഇപ്പം ഞാൻ ഒരു സാധാ ഒരു പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ട് കുറച്ച്, അതായത് ഫുള്ള് വേണ്ട കേട്ടോ, പകുതി വരെ ഇതുപോലത്തെ ഒരു കട്ട് പീസ് എടുത്തിട്ട് അത് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ചെസ്റ്റിന് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി അവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കണ്ടോ, അറ്റം വരെ ഇല്ല, താഴെ വരെ നമുക്ക് വേണ്ട, നമ്മൾക്ക് ആ ഒരു വേസ്റ്റ് വരെ അല്ലെങ്കിൽ ഹിപ്പ് വരെ മതി. ഹിപ്പിൻ്റെ അത്ര ആവശ്യമില്ല, എന്നാലും ഇരിക്കട്ടെ, ഞാൻ പിന്നീട് അത് കട്ട് ചെയ്ത് കളയുവാണ് ചെയ്തത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇതുപോലത്തെ തുണിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അതാ കണ്ടോ, ചെസ്റ്റിൻ്റെ അവിടേക്ക് വേണ്ടി മാത്രമേ ഞാൻ അവസാനത്തെ തുണി എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് നമ്മുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ശരി.